എത്രയോ മില്യൺസൊക്കെ അടിച്ചിരുന്നു വ്യൂസ്. ആ സമയത്ത് കോപ്പിറൈറ്റ് വന്നിട്ട് മൊത്തത്തിൽ ചാനലടക്കം ബിഗ് ബോസിൻ്റെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യണ ഒരു പ്രത്യേക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനും തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യും. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചാനലിലുള്ള എന്തെങ്കിലും നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലോ എങ്ങനെയെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ ഭയങ്കര വിഷമത്തോടെയാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണേ. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ കോപ്പി സ്ട്രൈക്ക് വന്നിട്ട് പോയി. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒന്നും വരുന്നില്ല. അപ്പം അവിടെ ആകെ ഫെച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അങ്ങനെയൊക്കെ കാണിക്കണേ എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400 വീഡിയോളം അതിലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ആവാനായിരുന്നു. പിന്നെ അതേപോലെ 3000ൻ്റെ അടുത്തോളം വാച്ച് അവറും ആവാനായിരുന്നു കേട്ടോ വീഡിയോസിൻ്റെ. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ അത് പോവാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ബിഗ് ബോസ് ഉണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ ഷോർട്സ് ഇട്ടിരുന്നു. അപ്പം ഈ ഷോർട്സ് ഇടുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ പ്രശ്നമില്ല ആണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു പറഞ്ഞാൽ ചില വീഡിയോസിനൊക്കെ ആ വീഡിയോസൊക്കെ ഞാൻ അപ്പം തന്നെ ഡിലീറ്റാക്കി. നമ്മൾ പാട്ടൊക്കെ വെച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്സ് ഇട്ടിരുന്നത്. ആ പാട്ടൊക്കെ കോപ്പിറൈറ്റ് വന്നത് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പിറൈറ്റ് വരാത്ത വീഡിയോസ് ഉണ്ടായിരുന്നു ഷോർട്സിൽ ബിഗ് ബോസിൻ്റെ. അപ്പോൾ ആ ബിഗ് ബോസിൻ്റെ ആ ഷോർട്സിൻ്റെ വീഡിയോസിന് ഒരുമിച്ച് ഇങ്ങോട്ട് കോപ്പിറൈറ്റ് വന്നുകൊണ്ട് ഒരുമിച്ച് കോപ്പിറൈറ്റ് വന്നു. കോപ്പി സ്ട്രൈക്കായിട്ട് ഇപ്പോൾ എൻ്റെ ചാനൽ പോയിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ബിഗ് ബോസിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ യൂട്യൂബ് ചാനലിലുള്ള എന്തെങ്കിലും നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലോ എങ്ങനെയെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ കയറി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ പോവും. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ ഒരുപാട് സ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇതൊന്നും. യൂട്യൂബിനെ പറ്റി എനിക്ക് വല്ലാതെ അറിയില്ല. എങ്ങനെ അത് തിരിച്ചെടുക്കണം എന്നൊന്നും അറിയില്ല. ഞാൻ കുറേ അപ്പീലൊക്കെ കൊടുത്ത് നോക്കി, കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടുന്നത്. അറിയാലോ എത്രത്തോളം കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുക എന്നുള്ളത് നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ വീഡിയോസും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഞാനിങ്ങനെ രസം തോന്നിയപ്പോൾ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് ഇട്ടത്. അങ്ങനെ ഇട്ട് കോപ്പിറൈറ്റ് വരുന്നില്ല. ചിലതിനൊന്നും കോപ്പിറൈറ്റ് വരാത്ത വീഡിയോസ് എത്രയോ മില്യൺസൊക്കെ അടിച്ചിരുന്നു വ്യൂസ്. ആ സമയത്ത് കോപ്പിറൈറ്റ് വന്നിട്ട് മൊത്തത്തിൽ ചാനലടക്കം പോയി. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. കാരണം നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന ചാനലാണ്. അപ്പം ബിഗ് ബോസിൻ്റെയോ വേറെ ആരുടെങ്കിലുമൊക്കെ എടുത്തിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. യൂട്യൂബ് ചാനൽ പോവും. അപ്പോൾ ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനും തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ഇതാക്കുക. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട്. ബിഗ് ബോസിൻ്റെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യണ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക.